ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് ക്രിസ്മസും വർഷാവസാനമൊക്കെ കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഭാഗത്തു നിന്ന് അല്പസമയം ചിന്തിക്കാം എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുക. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മാത്രം ഒരാളൊന്ന് വായിച്ചു തന്നാൽ. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. മതി 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 മതി. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഒരു സെക്കൻഡ് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്ക്. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ ഈ സായം സന്ധ്യയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, കാലാവസ്ഥയുടെ പ്രതികൂലമൊക്കെ ഉണ്ടായിട്ടും ഈ വചന കൂടാരത്തിലേക്ക് ആർത്തിയോടും ആവേശത്തോടും കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വന്യ വൈദിക ശ്രേഷ്ഠർക്കായി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, പാടിയ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ചെലവിടുന്ന എല്ലാവർക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ ഈ ലോകത്തിൽ പലതും ഓർക്കുമ്പോൾ ഓർക്കേണ്ട നിന്നെ ഓർക്കാതെ പോകുന്ന കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം ഒന്ന് ഓർക്കുവാൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, കാദേശ് മരുവിനെ നടുക്കുന്ന ദൈവത്തിൻ്റെ വചനം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ വചനം, വനങ്ങളെ തോലുരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ തനിമയോടെ പദവിയോടെ മഹത്വത്തോടെ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണമേ കർത്താവേ. അടിയൻ്റെ വായിലെ വാക്കുകൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ ധ്യാനം എല്ലാം അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ സഹായിക്കണം. ഇന്നലത്തെ പരിചയത്തിൽ പ്രസംഗിപ്പാനിടയാകരുതേ. ഹല്ലേലൂയ. പുതിയ കൃപയോടെ പുതിയ അഭിഷേകത്തോടെ നിർത്തണമേ. അങ്ങ് മാത്രം മഹത്വം എടുക്കണമേ, അങ്ങ് മാത്രം മഹത്വം എടുക്കണമേ, അങ്ങ് മാത്രം മഹത്വം എടുക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ജീവൻ വെച്ച പൊന്നേശു തമ്പുരാൻ്റെ തന്നെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന വാക്കുകൾ, ആ വാക്ക് ആ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായി ഇന്ന് ആരംഭിച്ച് പല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 42ഓളം ആൾക്കാർ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ് ആരംഭിക്കുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു എന്ന് പറയുക. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ വിശ്വാസ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ട ആൾക്കാരല്ല. വിശ്വാസികളുടെ പിതാവും ഹിത്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവും ദൈവത്തിൻ്റെ സ്നേഹിതരുമായിരിക്കുന്ന അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങനെ പലരെയും ജനിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം യോസേപ്പിൻ്റെ കാര്യം വരെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് 18-ാമത്തെ വാക്യം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് ജീവിച്ചവരൊന്നും അപ്രസക്തരാണ് എന്നല്ല. മുമ്പ് ജനിച്ചവരും ഒന്നും വിശ്വാസ ജീവിതത്തിൽ സ്ഥാനം ഇല്ലാത്തവരല്ല. എല്ലാം അറിയുന്നവരും അംഗീകരിക്കുന്നവരും ഒക്കെ തന്നെയാണ്. എന്നാൽ അവരുടെയൊക്കെ ജനനം സാധാരണ രീതിയിൽ
ഒരു കുഞ്ഞെങ്ങനെ ശിശു എങ്ങനെ ജനിക്കുന്നുവോ അതുപോലെ തന്നെ ജനിച്ചവരാണ്. അതുകൊണ്ടാണ് അതുവരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനം വരുമ്പോൾ പറയുന്നു, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം അവരിൽ ഒരാളെ പോലെ അല്ല. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ പോലെയുമല്ല, ഈ ലോകത്തിൽ ജനിച്ച ഒരു മനുഷ്യനെ പോലെയുമല്ല. യേശു ക്രിസ്തുവിൻ്റെ ജനനം വേറെ പ്രത്യേകമായ തലത്തിലാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ആരംഭിക്കുക. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണം എന്ന് പറയാനുള്ള കാരണം? ഞാൻ 5 കാര്യങ്ങൾ വേഗത്തിൽ പറയും ഈ എന്തുകൊണ്ടാണ് ഇവണ്ണം എന്ന് പറയാനുള്ള കാരണം. ഒന്നാമത്തെ കാര്യം, മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ചു തരണം. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. കണ്ടോ? 5-ാം അധ്യായം 2-ാമത്തെ. നീയോ ബേഥലഹേമേ, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ ഇവിടെ കുറച്ച് ഒരു മൈക്ക് വായിക്കുന്ന ഒരാൾക്ക് കൊടുക്കാമോ? ശബ്ദത്തിൽ ഒന്ന് കേൾക്കാൻ ചില വാക്യങ്ങൾ വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്. ഓക്കെ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് ഇവണ്ണമെന്ന് പറയാനുള്ള കാരണം? ഒറ്റ വാക്കിൽ ഞാനിങ്ങനെ പറയാം. ജനിക്കുന്നതിന് മുമ്പേ, ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനും ജനിച്ച് ജീവിച്ച് മരിച്ച ശേഷം വീണ്ടും ജീവിക്കുന്നവനുമാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം. ജനിക്കുന്നതിന് മുമ്പേ, ഈ ഭൂമിയുടെ പരപ്പിൽ ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ചവനും ഇപ്പോൾ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ഇന്നും ജീവിക്കുന്നവനാണ് യേശു ക്രിസ്തു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് യോഹന്നാൻ പറയുക, ഞാനാണ് ജനിച്ചതെങ്കിലും, ഈ ഭൂമിയിൽ ആദ്യം ജനിച്ചത് ഞാനാണെങ്കിലും എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ് ഈ വരുന്നത്. അതെന്താ പരിപാടിയാ? ഈ ലോകത്തിൽ ജനിക്കുന്നത് ഞാനാണ് ആദ്യം, പക്ഷേ എൻ്റെ പുറകിൽ, എൻ്റെ മുമ്പിൽ വരുന്ന ഈ ആള് നേരത്തെ ഉണ്ടായിരുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിസ്താര ഭയത്താൽ വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, അതേ ദാവീദിൻ്റെ സന്തതിയായിട്ട് വന്ന ജോസഫിനെ ജനിപ്പിച്ചു. ജോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവളുടെ മറിയ എന്നവളിൽ നിന്ന് യേശു ജനിപ്പിച്ചു എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ പറയാണ്, യേശു അവളിൽ നിന്ന് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ 1 തിമോഥെയോസ് 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വിശ്വസിക്കാൻ യോഗ്യമായ വചനം. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ 3 മണിക്ക് അവിടുന്ന് വിട്ടു, പുനലൂരിൽ നിന്ന് വിട്ടു, നരിക്കലിൽ നിന്ന് വിട്ടു. ഇപ്പോൾ 6:30 ആയപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ നേരത്തെ ഞാൻ എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഞാൻ പുനലൂരുണ്ടായിരുന്നു അല്ലേ? ദൈവമക്കളെ, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയാണ് ഇങ്ങനെ ജനിച്ചു എന്ന് പറയാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. അവൻ പണ്ടേ ഉള്ളവനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നിവിടെ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവിൻ്റെ ജനനം, ഒരിക്കൽ കൂടെ ആദ്യം പറഞ്ഞ വാക്ക് ഞാൻ പറയട്ടെ, ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ചവനും, ഹല്ലേലൂയ,
ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമായവൻ, ഹല്ലേലൂയ, ഇന്നും ജീവിക്കുന്നവൻ, മരിച്ചിട്ട് ഇന്നും ജീവിക്കുന്നവൻ. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവന്റെ നിസ്തുല്യത അത് ഏറ്റവും മഹത്വമാ. അതുകൊണ്ടാണ് ഇന്നും പ്രസക്തിക്ക് ഒരു കുറവുമില്ല. യേശു ക്രിസ്തു ഇവണ്ണമാണ് ജനിച്ചത് എന്ന് പറയാൻ കാരണം, ഒന്നാമത്തെ കാരണം അതാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, സങ്കീർത്തനങ്ങൾ 40:7 പറയുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് തിരുവെഴുത്തിൻ നിവർത്തിപ്രകാരം ഇങ്ങനെ അനേക പ്രാവശ്യം തിരുവെഴുത്തിൻ്റെ നിവർത്തി എന്ന് പറഞ്ഞ് അവിടെ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, 333 പ്രാവശ്യം തിരുവെഴുത്തിൻ്റെ നിവർത്തി എന്ന് പറയുന്ന ഒരു ഭാഗം പ്രവചനങ്ങൾ കാണാനായിട്ട് സാധിക്കും. 333 വളരെ വ്യക്തമായി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. 3 അവൻ്റെ പ്രവചന നിവർത്തീകരണം. നമുക്കറിയാവുന്ന ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. അത് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. വീണ്ടും നമുക്ക് അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന പോലെ ഒരു വാക്കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്നു. കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. 35-ാമത്തെ വാക്യം വായിച്ചു സാറേ. അതിന് ദൂതൻ 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ 35-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിന് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൂതൻ പറഞ്ഞത് മാത്രമല്ല, ദൈവസന്നിധിയിൽ നേരത്തെ പ്രവാചകന്മാർ പറഞ്ഞത് മാത്രമല്ല, അവള് തന്നെ പറയുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ അതെങ്ങനെ സംഭവിക്കും. അവള് തന്നെ, അവളുടെ സാക്ഷ്യമാണ്. ദൈവമക്കളെ, ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പൂർണ്ണമായും ന്യായപ്രമാണ പ്രകാരം പ്രവചനത്തിൻ്റെ പൂർത്തീകരണം അത് നമുക്ക് കാൽവറി ക്രൂശിൽ നമുക്ക് കാണാനായി സാധിക്കും. ക്രൂശിൻ്റെ അവസാനത്തെ വാക്യം സകലവും നിവർത്തിയായി എന്നൊരൊറ്റ വാക്കാണ്. പ്രൈസ് ദ ലോർഡ്. സകലവും നിവർത്തിയായി. കാരണം ന്യായപ്രമാണത്തിൻ്റെ രക്ഷണ്യ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അവിടെ അത് ഇങ്ങനെ ഒരാൾ ജനിക്കുമെന്നുള്ളത് ഹല്ലേലൂയ വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാരിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേ മൂന്നാമത്തെ കാര്യം ഇവണ്ണം എന്ന് പറയാനുള്ള മൂന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാണ് യേശു ക്രിസ്തു. ഇന്ന് ദൈവമില്ല എന്ന് പറയുന്നവരും അവരുടെ പ്രവൃത്തി അവസാനിപ്പിച്ച് അവരൊപ്പിടുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 2026 ജനുവരി മാസം 13-ാം തീയതി എന്ന് എഴുതി ഒപ്പിടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു ജനിച്ചിട്ട് ഇത്ര വർഷമായി എന്നുള്ളത് അവർ സമ്മതിക്കുകയാണ്. അതുമാത്രമല്ല, ചരിത്രത്തിൻ്റെ ഭാഗമായി AD എന്നും BC എന്നും തിരിച്ച് ലോക ചരിത്രത്തിൻ്റെ മധ്യസ്ഥാനത്ത് ചരിത്രത്തിൻ്റെ അനുഭവമായി നിൽക്കുകയാണ്. വീണ്ടും നമുക്ക് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഓഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. അതായത് ഓഗസ്തോസ് കൈസർ എന്ന് പറയുന്ന രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചരിത്ര അനുഭവത്തെ അവിടെ പറയുക. അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. മതി.
ഒരു ചരിത്ര സംഭവമായി അത് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണം. 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെക്കര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അക്കരെയുള്ള നാട്ടിലൊക്കെയും വന്ന് ഇടപ്രഭുക്കന്മാരായി ഭരണം നടത്തുന്ന സമയം, അതേ അനേക രാജാക്കന്മാർ ഭരിക്കുന്നതിൻ്റെ ചരിത്രം, അത് വിസ്താര ഭയത്താൽ ഞാൻ ആ ഭാഗം വാക്കുമാത്രം പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ അടർത്തി മാറ്റിയാൽ ചരിത്രം എന്നുള്ളത് നിന്നു പോകും. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൃദ്യമായ ഭാഗമായിട്ടാണ് യേശു കർത്താവിൻ്റെ തിരുജനനം ഇവണ്ണം എന്ന് പറയാനുള്ള കാരണം. 4-ാമത്തെ കാര്യം, അത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അതിനോട് ചേർന്ന് ചില കാര്യം കൂടെ പറയണം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. മതി. 5-ാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന്റെ ജനനം അത് പാടിയ ദൂതന്മാർ പറയുകയാണ്, ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളവരൊക്കെ ജനിച്ചവർക്കും അപ്പനമ്മമാർക്കും പ്രിയപ്പെട്ടവർക്കും അല്പം സമൂഹത്തിനും അല്ലേ. യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ട്. സക്കറിയാവിനോട് പറയുക, സക്കറിയ പുരോഹിതനോട് പറയുന്നത്, അവൻ്റെ ജനനത്തിങ്കൽ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്, അവൻ്റെ ജനനത്തിൽ പ്രൈസ് ദി ലോർഡ് സകല മാനവരാശിക്കുമുണ്ടാകാനുള്ള ഒരു വലിയ സന്തോഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ കുടുംബത്തിനുള്ള സന്തോഷമുണ്ട്. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഹല്ലേലൂയ എല്ലാവർക്കും, സകല മാനവരാശിക്കും, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിലുള്ള സകല മാനവരാശിക്കും ഉണ്ടാകാനുള്ള ഒരു വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ പ്രത്യേകത. സകല മാനവരാശിക്കും ഉണ്ടാകാനുള്ള വലിയ സന്തോഷം. അതുമാത്രമല്ല, അതിനകത്തൊരു കാര്യം കൂടെ പേഴ്സണലായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കായി. ഇന്ന് ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ വചനത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ദൂതാണ്. നിങ്ങൾക്കായി, ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, ഈ വചന കൂടാരത്തിൽ വന്നവർക്ക് മാത്രമല്ല, ദൂരത്തിരുന്ന് ഞങ്ങളെ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നവർക്കായി. ഹല്ലേലൂയ. അതെ, അവൻ നിങ്ങൾക്കായി വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൂത് എത്ര സന്തോഷകരമാണെന്നറിയാമോ? അനേക ആൾക്കാർക്കും, എൻ്റെ ദൈവമേ, എൻ്റെ കൂടെ നിൽക്കാൻ ആളില്ല, എന്നെ സഹായിക്കാൻ ആളില്ല, ഞാൻ ആകെ തകർന്നിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ഇതാ നിങ്ങൾക്കായി ഒരുവൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. സാധാരണക്കാരനായിട്ടല്ല വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വിദ്വാൻമാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൊട്ടാരത്തിൽ ചെന്നിട്ട് ചോദിച്ച ചോദ്യമാണ്. ആ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ച ഉടനെ മുഖ്യമന്ത്രിയായിട്ടാണോ ജനിച്ചേ? ഇല്ല. രാജകുമാരന്മാരായിട്ട് ജനിക്കും. രാജാവായി ജനിക്കുന്ന അനുഭവം ഉണ്ടാകത്തില്ല. രാജകുമാരന്മാരായിട്ട് ജനിക്കും. പിന്നീടാണ് രാജാവാകുന്നത്. എന്നാൽ പറയട്ടെ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട് നിങ്ങൾക്കായി. പ്രൈസ് ദി ലോർഡ്. അത് ശീല ചുറ്റി പശുത്തൊട്ടി കിടക്കുന്ന കൊച്ചിനെ കണ്ടിട്ട് അവരും പറയുന്നുണ്ട്, ദൈവമക്കളെ, ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിനക്ക് യുക്തിക്കും ബുദ്ധിക്കും നിരക്കാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു കുഞ്ഞ് കുഞ്ഞിനെ പോലെ ഒരു പശുത്തൊട്ടിയിൽ ശീലകൾ ചുറ്റി കിടക്കുന്ന ആളിനെ നോക്കിയിട്ട് ഇവിടെ പറയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ. അതെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ അത്ഭുത മന്ത്രി. നിങ്ങൾ
നിങ്ങൾക്കൊരു മകനെ നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി. ജലസേന വകുപ്പ് മന്ത്രി, ആഭ്യന്തര മന്ത്രിയെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വിദ്യുശക്തി വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ട്, ഹല്ലേലൂയ, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയട്ടെ, അത്ഭുത മന്ത്രി എന്നുള്ള ഒരേ ഒരാൾ യേശു ക്രിസ്തു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദിയാതൻ, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമുള്ളവായി, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടുമുള്ളവായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പരിശുദ്ധാത്മാവിനാൽ പറയാം. നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് നീ ഭാരപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ ഇന്ന് നിനക്കായി ഒരുവൻ പിറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനാം ദൈവമാ, അവൻ നിത്യപിതാവാ, സമാധാനത്തിന്റെ പ്രഭുവാ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, റോമൻ ഗവൺമെൻറ് ഭരിക്കുന്ന സമയമാണ്. ഇന്നത്തെ കാലത്തും ഭയങ്കര ബിസിയാണ് ആൾക്കാർ, തിരക്കാ. അതുകൊണ്ട് ഈ തിരക്കുള്ളവിടത്ത് ദൂതന്മാർ പാടാൻ പോയില്ല, ശ്രദ്ധിക്കാത്തടത്ത് പാടാൻ പോയില്ല, ഏറ്റെടുക്കാത്തടത്ത് പാടാൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. അധികാര സ്ഥാനങ്ങളിലൊന്നും പാടാൻ പോയില്ല. ഹല്ലേലൂയ. ആടിനെ തീറ്റിക്കൊണ്ട് കാട്ടിൽ വെളിംപ്രദേശത്ത് കിടക്കുന്നവരുടെ അരികെ ചെന്നിട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു പോയി പാവങ്ങൾ. അവരാകപ്പാട് പേടിച്ചു പോയി. അവിടേക്ക് പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു സന്തോഷം ഇന്ന് നിങ്ങൾക്കായി അറിയിക്കുകയാണ്. ക്രിസ്തു എന്ന, ഹല്ലേലൂയ, ക്രിസ്തു. അവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി 3 കാര്യങ്ങളാണ് അവരെ സന്തോഷിപ്പിച്ചു. 1, കർത്തൃത്വം നടത്തുന്ന കർത്താവ്. 2, ക്രിസ്തു എന്ന അഭിഷക്തൻ, ക്രിസ്തുവിന്റെ പേര് സമം അഭിഷക്തൻ. പ്രൈസ് ദി ലോർഡ്. 3, രക്ഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയും, ആവശ്യത്തിൽ ആരിയ്ക്കുന്നുവോ അവരുടെ അരികിലേക്ക് ദൂത് വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലാത്തവർക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. തിരക്ക് പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇന്ന് മനുഷ്യൻ അങ്ങ് തിരക്കിൻ്റെ മേളിൽ തിരക്കാം. ഇപ്പോൾ കൊട്ടാരക്കര ട്രാഫിക്ക് കുറച്ചുകൂടെ വിപുലീകരിച്ചെന്നാണ് ട്രാഫിക്ക് പറയുന്നത്. മറ്റേത് റൈറ്റിലേക്ക് തിരിയുമ്പോൾ നേരെ പോകാനുള്ളതും റൈറ്റിലേക്കുള്ളതും ഒരുമിച്ചായിരുന്നു. ഇപ്പം നേരെ പോകാനുള്ളത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട്, മിനിറ്റ് കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ, റൈറ്റിലേക്കുള്ളൂ. ഈ നേരെ പോകാനുള്ള സിഗ്നൽ ആകുമ്പോഴേ പുറകെ കിടക്കുന്നവൻ കിടന്നങ്ങ് ഞെക്കുക. എന്തോ ഒരു ഞെക്കുന്നതെന്നറിയോ? എൻ്റെ ദൈവമേ, നമ്മളെ അങ്ങ് അസ്വസ്ഥപ്പെടുത്തും, പേടിപ്പിച്ചു. ഞങ്ങളെ പേടിച്ചു കീന്നങ്ങ് നീട്ടിയടിക്കുക. എവിടാന്നോ ഈ ഓടുന്നത്? ഏതെങ്കിലും പാണ്ടി ലോറിയുടെ കയറാനാ? എന്തോ ഒരു പോക്കാ പോകുന്നതെന്നറിയോ? ആർക്കും സമയമില്ലെന്നേ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമുള്ളത് ഞാൻ കണ്ടത് എത്ര സൗമ്യമായ ബിവറേജിൻ്റെ മുമ്പിൽ എന്തോ ഒരു ശാന്തതയാണെന്നറിയോ? പിന്നെ ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ ആ ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട്. എന്ത് സുരക്ഷിതത്വത്തിന് വേണ്ടിയൊന്നുമല്ല, മുഖം ആരാന്ന് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അതെല്ലാം അച്ചായന്മാരായിരിക്കും നിൽക്കുന്നത്. ഞാൻ ആ വാളത്തോട്ട് പോയപ്പം ഇത് കണ്ട് നിന്നിട്ടുണ്ട്. ക്യൂ നിൽക്കുന്നവരെല്ലാം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുന്നു. അച്ഛനും കണ്ടു കാണും. അത് വെയിലത്തെ എന്തൊരു ശാന്തതയാണെന്നറിയോ? ഒരു തിരക്കും ഇല്ല, എന്തൊരു ശാന്തത, സൗമ്യത. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തിരക്കിൻ്റെ ഭയങ്കരമായ തിരക്കായി. അങ്ങ് എല്ലാവരും ബിസിയാ. എല്ലാവരും സമയം പോരാ, 24 മണിക്കൂർ പോരാ. നമുക്ക് നമ്മുടെ കാര്യത്തിന് പോരാ, അങ്ങ് ഓട്ടമാണ്. ഈ PC തോമസ് സാറ് പണ്ട് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ മറന്നു പോകത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഈ സമയമില്ല എന്ന് പറയുന്നവൻ പെരുങ്കള്ളനും പെരുങ്കള്ളിയാന്ന് പറഞ്ഞു. ഞാനും പലപ്പോഴും പറയാറുണ്ട്, ഈ എന്താ ഒന്ന് കയറിയില്ലല്ലോ എന്ന് പറയും, സമയം കിട്ടിയില്ലെന്ന് പറയും.
അപ്പോൾ ഞാൻ സാറിനെ പിന്നീട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സാർ അങ്ങനെ പറഞ്ഞേ? സമയത്തിന് ഏതിന് പ്രയോറിറ്റി കൊടുക്കുന്നുവോ അതിനെന്തോ ഉണ്ടാവും, സമയം ഉണ്ടാവും. ഏത് കാര്യത്തിനാണോ കുഞ്ഞുങ്ങൾ പഠിക്കാതിരിക്കുന്ന, വെറുതെ സമയം കളഞ്ഞിട്ട് സമയം കിട്ടിയില്ലെന്ന് പറയും, തെറ്റാ. അത് ഏതിനൊക്കെയോ സമയം മാറ്റി വെച്ചിരിക്കുക, സമയം കളയുക. എന്നിട്ട് ഇതിന് സമയം കിട്ടിയില്ലെന്ന്, ഏതിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിന് സമയമുണ്ട്. സമയം ഉണ്ടാക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ. ഇന്നിവിടെ വരാൻ സമയം കിട്ടിയില്ല എന്ന് പറയാം. എപ്പോഴാണ്? 2-3 സന്ദർഭങ്ങളിൽ സമയം കിട്ടാത്തതുണ്ട്. ICUവിൽ കിടക്കുമ്പോൾ സമയം കിട്ടത്തില്ല, ബ്ലോക്കിൽപ്പെട്ട് കിടന്നാൽ സമയം കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ മാനന്തവാടിക്കടുത്ത് കൊയിലേരി എന്ന് പറയുന്ന CSI പള്ളിയിൽ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് ഇവിടുന്ന് വേഗത്തിൽ പോകാൻ വേണ്ടി വന്ദേ ഭാരതിനകത്ത് കയറി. വന്ദേ ഭാരത് 7 മണി 6:05 അവിടുന്ന് വിടും. കറക്റ്റ് 11 മണിയായപ്പോൾ കോഴിക്കോടെത്തി. ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, രക്ഷയില്ല, ചുരത്തിൽ ഭയങ്കരമായ ട്രാഫിക്കാണെന്ന് പറഞ്ഞു. ഞാൻ ആ സമയം ചോദിച്ചാൽ പറഞ്ഞു, ഒന്നും പറയാൻ പറ്റത്തില്ല, എപ്പോൾ വണ്ടി വരുന്നോ അപ്പോൾ കയറിപ്പോയിക്കോണം. ഞാൻ 11:30 ഒരു വണ്ടിക്കകത്ത് കയറിയിരുന്നതാണ്. 5:30 ഞാൻ മാനന്തവാടി എത്തിയപ്പോൾ. വെള്ളം കുടിച്ചിട്ടില്ല, മുഖത്തൊഴിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല, ഇരിക്കുക അവിടെ. സമയം കിട്ടത്തില്ല. എങ്ങനെ നിരങ്ങി നീങ്ങുക. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ സമയമില്ലെന്ന് പറയുന്നവർ അവിടെ തിരക്ക് പിടിക്കാൻ പറ്റുമോ? പോയി പറ്റത്തില്ല. അവിടെ എത്ര കിടന്ന് തിരക്കിയാലും ഹോൺ അടിച്ചാലും ഒന്നും അനങ്ങത്തില്ല. അങ്ങനൊരു അനുഭവം. അങ്ങനെ വരുമ്പോൾ സമയം കിട്ടത്തില്ല. എന്നാൽ സമയം നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം തന്നു. ഇപ്പോൾ സുപ്രസാദ കാലം, ഇപ്പോൾ രക്ഷാ ദിവസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയം അതെടുക്കണം. അതുമാത്രമല്ല, കർത്താവെന്ന ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ദൂത് കേട്ടാൽ നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എന്തായാലും 2 പാത്രമായല്ലോ, ജനിച്ചല്ലോ, പിന്നെ സമയം പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രാത്രി തന്നെ പോകണ്ടല്ലോ, എന്തായാലും ജനിച്ചല്ലോ, അറിഞ്ഞല്ലോ, ജനിച്ചെന്നറിഞ്ഞു അല്ലേ? ഈ രാത്രി തന്നെ പോകണോ? നേരം വെളുത്തിട്ടായാലോ? നമുക്ക് സമയം ഉണ്ടാക്കി നമുക്ക് അന്നേരം പോകാം. പല കാര്യങ്ങളും ഉത്തരവാദിത്വം ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തീർത്തിട്ട് നമുക്ക് പോകാം. ഇല്ല. എന്തുകൊണ്ടാണ് അവരൊക്കെ പറഞ്ഞതെന്നറിയാമോ? ഏറ്റവും പരമപ്രധാനം, ദൂതന്മാർ പോയതിനു ശേഷം ഒന്ന് വായിക്കാമോ സാറേ? അതിൻ്റെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചു. എളുപ്പം വായിച്ചു. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ തമ്മിൽ സംസാരിക്കാൻ നല്ല വിഷയമുണ്ടോ? നമുക്കുണ്ട് കേട്ടോ. പള്ളി പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെക്ക് വന്നിട്ട് പറയാം, അച്ഛൻ എന്തോ ഒരു പ്രസംഗമായിരുന്നു അച്ഛാ, എന്നോടായിരുന്നു അച്ഛാ സംസാരിച്ചേ, നല്ല പ്രസംഗമായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞ് കൈ കൊടുക്കും. എന്നിട്ട് വണ്ടിക്കകത്ത് കയറുമ്പോൾ മുതൽ അച്ഛൻ ശ്രദ്ധിച്ചായിരുന്നോ പ്രസംഗം? ആ വാക്കുണ്ടല്ലോ, നമ്മളെ തന്നെ അച്ഛൻ പറഞ്ഞ് മനഃപൂർവ്വം പറഞ്ഞതാ. അച്ഛൻ ഇതൊന്നും ഓർത്തിട്ട് പോലും ഇല്ല, എന്നാലും പറഞ്ഞ് അച്ഛനെ കൊണ്ട് അതങ്ങ് സമ്മതിപ്പിക്കും. അത് കഴിയുമ്പോൾ ഞാനും ഇപ്പോഴാടി ഓർത്തത്, എന്നാലും അച്ഛൻ ആ ഒരു വാക്ക് പറഞ്ഞത് ശരിയാ. അവസാനം മീൻ ചൂടാക്കി ഭക്ഷണം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുമ്പോഴും ഈ സംഭാഷണമാണ്. അതെ, മോൻ അന്നേരം പറയും, മതി, നിർത്ത്, 10 രൂപയ്ക്ക് ഇത്രയും മതി. അതിൻ്റെ അർത്ഥം എന്തുവാ? സ്തോത്രചീട്ട് 10 രൂപ. എന്നെ കേൾക്കും ദൈവമക്കളെ, ദൈവവചനം കേൾക്കുമ്പോൾ തമ്മിൽ സംസാരിക്കുന്ന അനുഭവമുണ്ടോ? അവർ പറയുകയാണ്,
അതൊരു തീരുമാനത്തിലേക്ക് നയിക്കപ്പെടുകയാ. അവരുടെ ഒരു തീരുമാനത്തിലേക്ക് വരികയാ. തമ്മിൽ സംസാരിക്കുക. നമുക്ക് പോകണം. അങ്ങനെ തമ്മിൽ സംസാരിച്ചിട്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കൊന്ന് എടുത്തു വായിക്കണം. അവർ തമ്മിൽ സംസാരിച്ചു. ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. നോക്കിക്കേ, ബന്ധപ്പെട്ട് ചെന്നു, തിടുക്കത്തിൽ ചെന്നു. യേശു കർത്താവ് ഇത് പറഞ്ഞു. ശിഷ്യന്മാരൊരിക്കൽ പറഞ്ഞു, എവിടെയാ താമസിക്കുന്നത് ഗുരുവേ? അപ്പം പറഞ്ഞു, ഇത്ര നമ്പർ ഗേറ്റിന് അങ്ങോട്ട് പോകുമ്പോൾ 3-ാമത്തെ ഗേറ്റ്, 4-ാമത്തെ ചെരുവിലുള്ള ആ വലിയ സിംഹത്തെ വെച്ചേക്കുന്ന ഗേറ്റ്, അങ്ങനൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, വന്ന് കാണുമേ, വന്നാലേ കാണാൻ പറ്റൂ. ഇന്നലെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, എഴുന്നേക്കണം. കുശവൻ്റെ അരികെ ചെന്നെങ്കിലേ അവിടെ ചെല്ലുമ്പോഴേ കർത്താവ് പറയൂ. ദൈവമക്കളെ, എല്ലാവരിക്കലും പറയത്തില്ല കേട്ടോ. തിടുക്കത്തിൽ നീ ചെയ്യുമെന്ന് ഉറപ്പുള്ളവൻ്റെ അരിക്കൽ അവൻ പറയും. അത് നിന്റെ പൊക്കം നോക്കിയല്ല, നിന്റെ വീടിൻ്റെ വലിപ്പം നോക്കിയല്ല, പ്രൈസ് ദി ലോർഡ്, നിന്റെ കാറിൻ്റെ നിറം നോക്കിയല്ല, വില നോക്കിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ദൈവവചനം ദൂരത്തിരുന്നോ ചാരത്തിരുന്നോ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ തിടുക്കത്തിൽ ഏറ്റെടുക്കുമെന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണ് അവൻ പറഞ്ഞത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. തിടുക്കത്തിൽ അവർ ബന്ധപ്പെട്ടു പോയി. ഞങ്ങളൊക്കെ പലയിടത്ത് താമസിക്കുന്നവരാ. ഞാൻ കേരളത്തിന് വെളിയിലൊരിടത്ത്, ഇന്ത്യക്ക് വെളിയിലൊരിടത്ത് താമസിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ, അങ്കിളെ പ്രാർത്ഥിക്കാൻ, എൻ്റെ തലമുടിയൊക്കെ നനച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ബഹുമാനം കിട്ടാറുണ്ട്. അങ്കിളെ, പിന്നെ ഞങ്ങളുടെ മാത്യോൻ സാറിന് പിന്നെ നരയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയും, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സാറേ അങ്കിളെ പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ എൻ്റെ കൊച്ചുമോനെ, അവന് സൺഡേ സ്കൂളിന് പോകാൻ ഒട്ടും താല്പര്യമില്ല. രാവിലെ ഭയങ്കര ഉറക്കമാണ്, എന്ത് പറഞ്ഞാലും പോകത്തില്ല, പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കഷ്ടം, അമ്മച്ചിയുടെ ആഗ്രഹമില്ലയോ, പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ്, 7:30 ബസ് വരും. ട്യൂഷനുണ്ട്, കരോട്ടെ, കുംഫു ഒക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ മാവ് കുഴയ്ക്കുന്നതോടെ ഈ കൊച്ചിനെ കെടുത്തിട്ട് ഉരുട്ടുക. എടാ എണ്ണീരടാ, സമയം പോയടാ, എണ്ണിച്ചിരുത്തുന്നു, ഉച്ചകുത്തി നിർത്തുന്നു, എന്തൊക്കെ കാണിക്കുന്നു. ബാലപീഡയ്ക്ക് കേസെടുക്കാത്തത് കാര്യമാണ്. എന്തോ ഒരു തണ്ണ കുഞ്ഞു ചിരിക്കുന്നുണ്ട് കാര്യമായിട്ട്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, സൺഡേ സ്കൂളിന് പോകാൻ ബന്ധപ്പാടില്ല, ട്യൂഷന് പോകാൻ ബന്ധപ്പാടുണ്ട്. സൺഡേ സ്കൂളിന് പോകാൻ ഭയങ്കര എണ്ണിക്കത്തില്ലെന്നേ. എന്തൊരു കഷ്ടമാണ്. കൊച്ചിന് എത്ര പറഞ്ഞാലും എണ്ണിക്കത്തില്ല. തിങ്കളാഴ്ച അങ്ങനെ കിടന്നാൽ കിടത്തുവോ? അവിടെ തിടുക്കമുണ്ടോ? കൂട്ടായ്മയ്ക്ക് പോകാൻ നമ്മൾ പറയും പണ്ടത്തെ കാര്യം. എൻ്റെ അപ്പച്ചൻ, എൻ്റെ ദൈവമേ, ഞങ്ങളെ പിന്നെ പന്തവും കൊളുത്തി ഞങ്ങൾ എത്ര ദൂരം നടന്നതാ, ഇന്ന് കുന്തവും കുത്തിപ്പിടിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക. പണ്ടത്തെ കാര്യം പറയുക. പണ്ടിങ്ങനെയായിരുന്നു. പണ്ട് ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്ന് ഈ രാത്രി സമയം തിടുക്കത്തിൽ പോകാനാണെങ്കിൽ നിന്റെ കണ്ണ് അവൻ പറഞ്ഞത് കാണും. പ്രൈസ് ദി ലോർഡ്. കാണുക മാത്രമല്ല, തിടുക്കത്തിൽ അവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് പറയാനൊരു കാര്യമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വന്നാലേ കാണൂ. കണ്ടവർക്കേ പറയാനുള്ളൂ. വന്ന് കാണുന്നവർക്ക് പറയാനുള്ളത്, അല്ലാത്തവർക്ക് പറയാൻ ഇല്ല. വന്നാൽ കാണാം. ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഡി എഡിഷൻ കൗൺസിലിംഗ് പഠിപ്പിച്ചത് EJ ജോസഫ് അച്ഛനാണ്. ഞങ്ങൾ 5 പേരാണ് പഠിച്ചത്. പേരൊന്നും പറയുന്നില്ല, ചിലരൊക്കെ അച്ഛന്മാരാ. എൻ്റെ ഒരിക്കൽ അച്ഛൻ, കാരണം കണ്ണി കാണുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നതെല്ലാം ശരിയല്ല, ചിലതൊക്കെ ശരിയായിരിക്കും, എന്നാൽ എല്ലാം ശരിയല്ല.
അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് ഒരു റാപ്പോർട്ട് ഉണ്ടാക്കണം. കാരണം അമ്മായിമ്മ പറയും, ഈ മരുമോള് എവള് എന്ന് വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് എൻ്റെ വീട് കോഞ്ഞാട്ടയായെന്ന് പറയും. മരുമോള് പറയും, ഈ മുതുക്കിയുടെ മൂക്കിൽ എന്ന് പഞ്ഞു വെക്കുന്നോ അന്നേ ഈ വീട് ഗുണം പിടിക്കുമെന്ന്. ഭർത്താവ് പറയും, ഇങ്ങാരെ ഞാൻ എന്ന് കെട്ടിയോ അന്ന് എൻ്റെ ജീവിതം നായി നക്കിയെന്ന് പറയും. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് എത്രയോ നല്ല ആലോചന തന്നെയാണ്, എവളെ മുടിഞ്ഞവളെ എൻ്റെ തലയ്ക്ക് എടുത്ത് വെച്ച് അന്നോടെ എൻ്റെ ജീവിതം കോഞ്ഞാട്ടയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അവരെ കണ്ട് മനസ്സിലാക്കണം, റാപ്പോർട്ട് ബന്ധം സ്ഥാപിക്കണം, ഒരു പാലം പണിയണം. ഇങ്ങനെ കേൾവിയെല്ലാം ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ഞങ്ങളെ ഒരു പ്രാക്ടിക്കൽ വർക്ക്, ഞങ്ങൾ 5 പേരാണ്. 5 പേരെ നിരത്തിയിരുത്തിയിട്ട് എൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. അത് 5ാമത്തെ ആൾ എഴുന്നേറ്റ് ഉച്ചത്തിൽ പറയണം. 5ാമത്തെ ആളുടെ പേര് ഞാൻ പറയാം, സുവിശേഷകനാണ്. ഇവർക്കാരൊക്കെ മാധുസാറിനൊക്കെ അറിയാം. ഒരു തോമസ് കുട്ടിയാണ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വടക്കേ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന തോമസ് കുട്ടിയാണ്. തോമസ് കുട്ടിയിലേക്ക് പറഞ്ഞു, തോമസ് കുട്ടി എന്താ ഷാജിയുടെ ചെവി പറഞ്ഞേ? അപ്പോൾ എൻ്റെ ചെവി പറഞ്ഞേ, മാരാമൺ കൺവെൻഷന് മദ്യവർജനത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതാ എൻ്റെ ചെവി പറഞ്ഞേ. ഞാനത് അടുത്ത ആർഡറിക്ക് പറഞ്ഞു. തോമസ് കുട്ടി എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ കെട്ടിയിട്ട് പറഞ്ഞു, മാരാമൺ കൺവെൻഷന് മാത്യു ജോർജ് അച്ഛൻ്റെ പ്രസംഗം ഉണ്ടായിരിക്കും. അച്ഛൻ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പം മനസ്സിലായി അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഇത് നേരിട്ട് നമ്മൾ ചെന്ന് കാണണം, ചിലതൊക്കെ കണ്ടു മനസ്സിലാക്കണം. കർത്താവ് പറയായിരുന്നല്ലോ, വന്ന് കാണുമീൻ, വന്നാലേ കാണാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. വന്ന് കാണുന്നവർക്ക് പോയി പറയാൻ എന്തെങ്കിലും ഉണ്ടാവും. പോയി പറയണമെങ്കിൽ വന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വന്ന് കണ്ട ചിലർ ഇവിടെ ഇരിപ്പുണ്ട്, അവരെ ഓർത്ത് സ്തോത്രം. അവരാണ് പോയി പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് വന്ന് കാണണം. ഇവിടെ വേഗം മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിട്ട് എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് വന്നതെന്ന് 3 കാര്യം വേഗത്തിൽ പറയാം. ഇപ്പോൾ ഇവണ്ണം എന്ന് പറയാനുള്ള കാരണമാണ് ഞാൻ ഈ 5 കാര്യങ്ങൾ പറഞ്ഞത്. ഇനി യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് പറയണം. എന്നാൽ ഇവണ്ണമാണ് എന്ന് പറയുമ്പോൾ മറിയ ഒരു സംശയം സാധാരണഗതിയിൽ ചോദിച്ചു. ചോദ്യം ഇതാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ചോദ്യം. കറക്റ്റായിട്ട് ഉത്തരം വേണമെങ്കിൽ എനിക്ക് പറയാം, ഒരു സംശയവുമില്ല, ദൂതന് സയൻസ് പരമായും ബയോളജിക്കൽ പരമായും പറയാനൊക്കെ അറിയാം, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പക്ഷേ അവിടെ ഒറ്റ വാക്യത്തിൽ ഉത്തരം പറഞ്ഞു, ദൈവത്തിന്. ഒന്ന് ഒച്ചത്തിൽ പറയാമോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രി നീ അവസാനിച്ചെന്ന് വിചാരിച്ചെടുത്ത് ഹല്ലേലൂയ ദൈവം ആരംഭിക്കാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? തകർന്നു പോയെന്ന് വിചാരിച്ചെടുത്തു നിന്ന് ദൈവം തുടങ്ങാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. ഹല്ലേലൂയ. ഇത് ദൈവത്തിനൊരു കാര്യവും. ഇന്നിവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ സുജ ഇവിടെ ഇരിപ്പോൾ. ആധികാരികതയോടെ പറയാം, എൻ്റെ ഭാര്യ തലേ കൈവച്ച് പ്രാഗി പറഞ്ഞു, എനിക്കൊരു ഭ്രാന്തൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ. എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, അവൻ ഭ്രാന്തനാ, സംസാരിക്കാൻ കൊള്ളത്തില്ല. എൻ്റെ അപ്പൻ പറഞ്ഞു, എന്തിനാടാ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നത്, പോയി ചത്തൂടെ. എൻ്റെ അമ്മ പറഞ്ഞു, തലേ കൈവച്ച് ചോര വാർന്നൊഴിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു മോൻ എനിക്ക് വേണ്ടായിരുന്നു. ദൈവമക്കളെ, മദ്യപാനത്തിന് അടിമപ്പെട്ട്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് കുടുംബജീവിതമാകെ തകർന്ന് ഇനി ഒരിക്കലും കുടുംബജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ദീൻ ഹോസ്പിറ്റലിലെ ലേലാശോൺ ഡോക്ടർ, യൂട്രസിനകത്ത് ജന്മനാ അംഗവൈകല്യം, ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ നിരാശയോടെ വിട്ട സമയം മിന്നുമാല വിറ്റ് കുടിച്ചതിന് ഞാൻ അവളെ ഒരടിയടിച്ചു. അന്ന് നിരാശയിലായിരുന്നു, ഭയങ്കര നിരാശയില്ല. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ലെന്നുള്ളതും കൂടെ കേട്ടതുകൊണ്ട് ഈ അടി കൊണ്ടപ്പം തകർന്നിരുന്നവൾ നിരാശയോട് പറഞ്ഞു, എന്നെ അങ്ങ് കൊല്ലെന്ന് പറഞ്ഞു. കൊല്ലാൻ പറഞ്ഞതിനനുസരിച്ച് കൈ കിട്ടിയതൊക്കെ എടുത്തിട്ട് അടിച്ചു. എൻ്റെ അമ്മ ഇടയ്ക്ക് കയറി. വേറെ പെമ്മക്കളൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയോട് വലിയ സ്നേഹമാണ്. എൻ്റെ കുഞ്ഞിനെ കൊല്ലാതെടാ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറി. ഞാൻ പിടിച്ചൊരു ഏറ് വെച്ച് കൊടുത്തു.
ഇന്നും എൻ്റെ ഹൃദയം തകരും. ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, അങ്ങനെ ഒരു അനുഭവത്തിൽ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഇനി ഒരു കുടുംബജീവിതം ഇല്ലെന്ന് വിചാരിച്ച ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളാണ് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഈ ദാസന്മാരുടെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ അസാധ്യമെന്ന് പറഞ്ഞത് ദൈവം സാധ്യമാക്കി. എൻ്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ച അന്ന് ദൈവത്തിന് സ്തോത്രം, അന്ന് ഞങ്ങളുടെ വികാരിയായിരുന്ന കെ.ഒ. മാത്യു അച്ഛൻ 3 ദിവസ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആ വീടിനടുത്ത് നടന്ന ഒരു പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയതാ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആ പ്രാർത്ഥനയിൽ എൻ്റെ ഭാര്യ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ, മോളെ എന്താ നിൻ്റെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. അപ്പോൾ പറഞ്ഞു സാരമില്ല മോളെ, എത്ര വർഷമായി? 2.5 വർഷം. 100 വയസ്സായവർക്ക് വരെ കുഞ്ഞുങ്ങളെ കൊടുത്തവനാ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. അതല്ലല്ലോ മോടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതെ അതല്ല പ്രശ്നം, ഞാനൊരു ഭ്രാന്തൻ്റെ കൂടെ ജീവിക്കുന്നേ, എനിക്ക് ഭയമാച്ച എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോൾ ഒരു കാര്യം ചെയ്യുക, അവൻ്റെ കാൽക്കലും തലക്കലും ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. റീത്തുകാരൻ്റെ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് ഞാൻ ഉണർന്ന് തൊഴിക്കാറുണ്ട്, അടിക്കാറുണ്ട്. എന്നാൽ പറയട്ടെ, എൻ്റെ അമ്മ പോലും പറഞ്ഞു, എന്തിനാ കുഞ്ഞെ നീ ഇങ്ങനെ ഈ അനുഭവത്തിലിരുന്ന് കരയുന്നത്? അവനൊരിക്കലും നന്നാവത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അതല്ല, സ്വർഗത്തിലെ ദൈവം രൂപാന്തരപ്പെടുത്തും. അച്ഛൻ പറഞ്ഞതാ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അസാധ്യമായത് സാധ്യമാക്കി തന്നു. ഞാൻ ഇന്ന് കർത്തൃ സേവയിലായിരിക്കുന്ന എൻ്റെ ഭാര്യയും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. പ്രൈസ് ദ ലോർഡ്. അതിനേക്കാൾ ഉപരിയായി കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്കൊരു മോനെയും മോളെയും തന്നു. മോൻ വെറ്റിനറി ഡോക്ടറായി ഇപ്പോൾ ഉപ്പുതറ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മോള് ഹല്ലേലൂയ, അവളൊരു ബാങ്കിൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുക. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇനി എനിക്ക് ജീവിതമില്ലെന്ന് ആരെങ്കിലും ദൂരത്തോ ചാരത്തോ ഇരുന്ന് കേൾക്കുമ്പോൾ, നിന്റെ മാനസികമായ ശക്തി ഒക്കെ തകർന്നിരുന്ന് കേൾക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിനക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് അനുഭവിച്ച ചില ദൈവമക്കളിന്റെ നടുവിലിരിപ്പുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ രാത്രിയായി മാറും. വേഗം അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരാം. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യെസ്. എന്തിനാണ് അവൻ വന്നതെന്നറിയാമോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൊന്നുമടിയിലിരുന്ന ദൈവത്തിന്റെ ഓമനകുമാരൻ ദൈവമാരാണെന്ന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവ് പറയെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവ് ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പറയാനുള്ള കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വേർഡ് ഓഫ് ഗോഡ്. പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾക്ക് കാണാം, പറയുന്ന വാക്ക് കേൾക്കാൻ പറ്റത്തില്ല അല്ലേ? ഞാൻ പണ്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു, ഇവിടെയും പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ ഒരു മർഫി റേഡിയോ ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ വലിയ കുരുത്തക്കേടാണ്, ഒറ്റ മോനേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അപ്പൻ ഈ മർഫി റേഡിയോ കൊണ്ട് വെച്ചപ്പോഴേ എൻ്റെ പറഞ്ഞു, ഇതിനകത്ത് പണിയല്ലേ എന്ന് പറഞ്ഞു. പണിയല്ലേ എന്ന് പറഞ്ഞാൽ പണിയുന്ന ഒരാളാണ് ഞാൻ. അച്ചാച്ചനും അമ്മയും വീട്ടിലില്ലായിരുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം കൂടെ അഴിച്ചു പറക്കി അവർ വരുന്നതിന് മുമ്പ് പിറ്റ് ചെയ്തപ്പം ചില കാര്യങ്ങളൊക്കെ അധികം വന്നു. തിരിച്ചു പിറ്റ് ചെയ്തപ്പം എന്തായിരുന്നാലും അച്ചാച്ചൻ വന്ന് വൈകുന്നേരം പ്രാദേശിക വാർത്ത വെക്കാൻ ഇത് ട്യൂൺ ചെയ്യുന്നു, അനക്കമില്ല. എനിക്ക് ചോദിച്ചത് പണിഞ്ഞോടാന്ന് ചോദിച്ചു. ഞാൻ കള്ളമൊന്നും പറയത്തില്ല, ഞാൻ പറഞ്ഞു പണിഞ്ഞെന്ന് പറഞ്ഞു. ചെവിക്കൊരു പിടി, ഒരു തിരി, ഒരടി ഒക്കെ തന്നു. ഞാൻ ആ മൂലയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കുക. എൻ്റെ അമ്മ വന്നിട്ട് ചോദിച്ചു, എന്തിനാടാ അത് കുത്തി തുറന്നേ? എന്തെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി, എന്തിനാടാ അത് കുത്തി തുറന്നേ? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ അതിനകത്തിരുന്ന് പാടിയ സുന്ദരി ആരാന്ന് നോക്കിയതാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായ ശബ്ദതരംഗങ്ങളെ ശ്രവണ തരംഗങ്ങളാക്കി കർണപുടങ്ങളിൽ എത്തിക്കുന്ന സാധനമാണ് ഇതെന്ന്. ദൈവമക്കളെ, വചനം, വേർഡ് ഓഫ് ഗോഡ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ശബ്ദം കാണാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം ആത്മാവാ. ആത്മാവിനെ എങ്ങനെ കാണാൻ പറ്റും?
ആത്മാവിനെ കാണാൻ പറ്റത്തില്ല. ആവിയായവനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. ആത്മാവിനെ കാണാൻ പറ്റത്തില്ല. ദൈവം ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം 1 യോഹന്നാൻ അതിൻ്റെ 1-5 വാക്യം. ദൈവം വെളിച്ചമാണ്. ദൈവം വെളിച്ചമാണ്. വെളിച്ചത്തിൻ്റെ ഉത്ഭവസ്ഥാനം നമുക്ക് കാണാൻ പറ്റത്തില്ല. നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? കണ്ണിരുണ്ടു പോകും. അങ്ങനെയാണെങ്കിൽ 1000 സൂര്യഗോളങ്ങളെക്കാൾ തേജോമയനായവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, കാണാൻ പറ്റത്തില്ല. വീണ്ടും യോഹന്നാൻ പറയുന്നുണ്ട് 1 യോഹന്നാൻ 4:8 പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ബാഹ്യ പ്രകടനങ്ങളൊക്കെ കാണാം. പക്ഷേ യഥാർത്ഥ സ്നേഹം ആഗപ്പേ അതെന്താണെന്ന് കാണണമെങ്കിൽ കാൽവറി ക്രൂശിൽ ദൈവം സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊന്ന് വെളിപ്പെട്ടു. അതെവിടെ? യോഹന്നാന്റെ സുവിശേഷം 1-14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് വേദഭാഗത്ത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, അതെ, ഹല്ലേലൂയ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും, ഞാൻ ഹല്ലേലൂയ ജീവൻ്റെ അപ്പമാണെന്നും, ഞാൻ വാതിലാണെന്നും ഒരുപാട് ഭാഗത്ത് പറയുന്നുണ്ട്. എന്നെ കണ്ടവൻ എൻ മൂലമല്ലാതെ ആർക്കും പിതാവിൻ്റെ അരികിലെത്താൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി പറയുക. ഹല്ലേലൂയ. അതുമാത്രമല്ല, പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്. ഹെരോദാവ് ചോദിക്കുന്നു, സത്യം ചെയ്ത് ആണയിട്ട് നീ ദൈവപുത്രനായ ക്രിസ്തുവാണ്? അവൻ പറഞ്ഞു, അതെ, ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാണ്. അതിൻ്റെ ഉദാത്തമായൊരു ഒരു അനുഭവം നമുക്ക് എവിടെ കാണാമെന്നറിയോ? യേശു കർത്താവിനെ പിടിക്കാനായിട്ട് വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-18 അധ്യായങ്ങൾ നമുക്ക് കാണാം. പന്തവും കുന്തവും വടിയും വാളുമായിട്ടൊക്കെ വരിക. കർത്താവ് മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു, ആരെയാകുന്നു നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നസറേത്തുകാരൻ യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. കർത്താവ് മുന്നോട്ട് നിന്നിട്ട് പറഞ്ഞു, അത് ഞാനാകുന്നു. പട്ടാളക്കാർ ഇത് കേട്ടപ്പോൾ ബോധം കെട്ട് നിലത്ത് വീണു. പിടിക്കാൻ വന്നവർ വീണു. അങ്ങനെ വായിക്കുന്നേ, അവർ നിലത്തു വീണു. എന്താ കാരണം എന്നറിയോ? ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ ഇനി ദൈവത്തെ അന്വേഷിച്ചു പോകണ്ട. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, അതെ, മത്തായി സുവിശേഷം 1-21 വാക്യം എളുപ്പം വായിച്ചാട്ടെ. മത്തായി എഴുതി, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, നീ അവന് യേശു എന്ന പേരിടണമെന്ന് പറഞ്ഞു. പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ വന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷകനായി അവൻ വന്നു. എന്താ? അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ. ഞാൻ പറയട്ടെ, എവിടെയാ പാപം തുടങ്ങിയെന്നറിയാമോ? ഏദനില്ല. സാത്താന്റെ ശബ്ദം കേട്ട് അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കാലൊച്ച കേട്ടപ്പോൾ ഭയപ്പെട്ടു. അവിടെ തുടങ്ങി ഭയം, അവിടെ തുടങ്ങി പ്രയാസം. പിന്നീട് ജനിക്കുന്നവർ മുഴുവൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നിങ്ങൾക്ക് പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നിങ്ങളിൽ ഇല്ലാതെ പോകുന്നു. ദൈവമക്കളെ, ഒരു വ്യത്യാസവുമില്ല. റോമാലേഖനം 3 ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഏതു വായുമടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായിത്തീർന്നു. ഏതു വായുമടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായിത്തീർന്നു. ഹല്ലേലൂയ. അതേ 6:23 പറയുന്നുണ്ട് റോമ, അതേ, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന ആത്മീയരുടെ ജീവിതത്തിലുള്ള ഒരു പ്രതിസന്ധി എന്താണെന്നറിയാമോ? ആത്മീയരുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധി അത് ഏറ്റവും പരമപ്രധാനമാണ്. ഞാൻ കമ്മിറ്റി കാണും, ഞാൻ പാട്ടുപാടാൻ കാണും, ഞാൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും, വേണ്ടി വന്ന പ്രസംഗിക്കും, പാഠം വായിക്കും, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഞാൻ ദൈവ പൈതലാണെന്ന് ബോധ്യപ്പെടുത്തും. ഹൃദയത്തിൽ ദൈവസാന്നിധ്യം തീരെയില്ല. പാട്ടുപാടും, പള്ളിയിൽ പോകും,
പ്രസംഗിക്കും, വേണമെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും, വേണമെങ്കിൽ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്. അതെന്താണെന്നറിയോ? മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലാ, അവിടെ 20 കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല അവന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി എന്ന് അന്നാളിൽ പലരും പറയും. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. ഹല്ലേലൂയ. പള്ളിയിലെ നേതാവായതുകൊണ്ടോ, ഹല്ലേലൂയ, മാമോസരക്ഷ പേരുള്ളത് കൊണ്ടോ, സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടോ, പ്രസംഗിച്ചതുകൊണ്ടോ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പള്ളിയിൽ എല്ലാ കാര്യത്തിനും മുൻപന്തി നിന്നതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. കർത്താവ് നിന്നെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. കാലേബിനെ കുറിച്ച് പറഞ്ഞു, അവൻ എൻ്റെ ദാസനാൻ. ഹല്ലേലൂയ. ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു, അവൻ എൻ്റെ ദാസനാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് എന്നറിയോ? നമ്മൾ പള്ളിയിൽ ആളാണെന്ന് കാണിച്ച് എല്ലാ കാര്യങ്ങൾക്കും കാണിക്കും, പക്ഷെ ഹൃദയമായിട്ട് കർത്താവുമായിട്ട് ബന്ധപ്പെടാൻ അനുവദിക്കത്തില്ല. സത്യം കേട്ടോ. ഹൃദയത്തിൽ കർത്താവില്ലാത്തിടത്തോളം കാലം ദൈവവചനത്തോട് സിൻസിയാരിറ്റി ഉണ്ടാവത്തില്ല. പ്രസംഗിക്കുന്നതിന് കുറ്റബോധം വരത്തില്ല, അനുതപിക്കുന്നതിന് കുറ്റബോധം വരത്തില്ല. ഇട സമയത്ത് കൺവെൻഷൻ ഞാൻ ഒരു സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ വാർഷിക എന്തിനു പറയുന്നത് ഈ പ്രവർത്തനോദ്ഘാടനം. ഇപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ, ഉദ്ഘാടനങ്ങളല്ല, പ്രവർത്തനോദ്ഘാടനത്തിന് പ്രസംഗിക്കാനെ വിളിച്ചു. തീത്തോസ് തിരുമേനിയായിരുന്നു. തിരുമേനിക്ക് അന്ന് തൊണ്ടയ്ക്ക് പ്രയാസമായിരുന്നു. എങ്കിലും തിരുമേനി 2 വാക്ക് പറഞ്ഞു. അതെന്നെ വല്ലാതെ ചലഞ്ച് ചെയ്തു. തിരുമേനി പറഞ്ഞു, എന്താ അറിയോ, അച്ഛന്മാർ എല്ലാത്തിലും പിശുക്ക് കാണിക്കുന്നവരാ. എന്നിട്ട് പറഞ്ഞു, ഈ കുമ്പസാരം ചെയ്യുമ്പോൾ സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും എല്ലാം ഞാൻ പിഴച്ചു. എന്നിട്ടൊരു 2 മിനിറ്റെങ്കിലും കൊടുക്കണ്ടേ അവർക്ക് ഏതിലൊക്കെയാണ് പിഴച്ചെന്നറിയാൻ? ഉടനെ വാക്യം കുറച്ചു ചൊല്ലി അവർക്ക് അത് പിഴച്ച ഏതിലൊക്കെയാണെന്ന് പറയണ്ടേ? ചിന്തിക്കെങ്കിലും വേണ്ടേ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ അനുതാപ പ്രാർത്ഥന ചെല്ലുന്നത്. ചങ്കു പൊളിയുന്നുണ്ടോ? ഹൃദയം നുറുങ്ങുന്നുണ്ടോ? അനുതാപത്തിൻ്റെ അനുഭവം വരുന്നുണ്ടോ? പാപത്തെക്കുറിച്ച് ഒരു വെറുപ്പ് തോന്നുന്നുണ്ടോ? പാപത്തെ ഏറ്റുപറയുന്ന അച്ഛൻ അത് കഴിഞ്ഞ് പറയുന്ന വാക്യം ഏതെന്നറിയോ? സത്യമായി സത്യമായി അനുതപിച്ച് ഏറ്റുപറയുന്നവർ സത്യമായി സർവശക്തൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ റൂഷ്മ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുർബാന എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛന്മാർ ഞാൻ പോകുന്നിടത്തൊക്കെ പറയാറുണ്ട് അവസാനത്തെ റൂഷ്മ. അതെന്തൊരു സന്തോഷമാണെന്നറിയാം. ഞങ്ങളുടെ ജോൺസൺ വർഗീസ് അച്ഛൻ ചൊല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ പറയുന്നതെന്നറിയോ, ഈ കുർബാന കൊണ്ടിട്ട് അച്ഛനെ ആൾക്കാരെ നോക്കുമ്പോൾ എന്നറിയാം, ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ അണക്ക് മോന്തയും വീർപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ തെളിഞ്ഞ്, കാരണം മോന്ത, നിങ്ങൾ തെളിഞ്ഞ്, അടുത്ത വാക്യം, സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി. അയ്യോ, കുർബാന കഴിയുമ്പോൾ കിട്ടുന്നതാ. ഇനിയെങ്കിലും കുർബാന കഴിഞ്ഞ് അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ടെങ്കിലേ പോകാവൂ. സന്തോഷിച്ച്, റിജോയ്സ്, ആനന്ദിച്ച്. എത്ര അനുഭവം സമാധാനത്തോടെ. ദൈവമക്കളെ, ഇന്ന് പാപം നിന്റെ സ്വസ്ഥത കെടുത്തുന്നതാ. പാപം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പണമില്ലായ്മയോ ഹല്ലേലൂയ, സ്ഥാനമില്ലായ്മയല്ല, ഹല്ലേലൂയ, ബാങ്ക് ബാലൻസ് ഇല്ലായ്മയല്ല, അതേ ജോലിയില്ലായ്മയല്ല, ജീവിതത്തിൽ നീ ആഗ്രഹിച്ചൊന്നും നടക്കാതിരിക്കുന്ന അനുഭവമല്ല, പാപം മോചിക്കപ്പെട്ട അനുഭവമാണ് സന്തോഷം. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞേ, ഹല്ലേലൂയ, എന്റെ സന്തോഷം നീ എനിക്ക്, രക്ഷയുടെ സന്തോഷം നീ എനിക്ക്, ഗ്ലോറി, ഹല്ലേലൂയ. ഞാനത് അനുഭവിച്ചു കേട്ടോ. ഓരോ ഞായറാഴ്ചയും തെറ്റൊന്നും ഇല്ലെന്നല്ല, ഒരുപാട് തെറ്റും കുറ്റവും ഈ ലോകത്തിൽ നടക്കുമ്പോൾ നമ്മുടെ കാലിലും മുഖത്തും ഒക്കെ എന്തോ പറ്റും, പൊടിപടലങ്ങൾ പറ്റും. എന്നാൽ അനുദിനം അത് കഴുകിക്കളയണം. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസംഗിച്ച വേദിയാണ്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ, വേറെടുത്ത് പോയി പ്രസംഗം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഭക്ഷണം കഴിക്കും. പുള്ളി എന്നോട് പറഞ്ഞു,
സാറേ നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. ഭാര്യയുടെ ഒരു 2-3 പോയിന്റും കൂടെ വാക്യം കൂടെ അതിനകത്ത് ചേർത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടിപ്പോൾ 50 വർഷമായി. ഈ 50 വർഷമായിട്ട് 51-ാം സങ്കീർത്തനം ഞാൻ വായിക്കാറേ ഇല്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാം. അടുത്ത സമയത്ത് ഒരു രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ച് എനിക്ക് കേൾക്കാൻ പറ്റി. ഇത് ഓൺലൈനായതുകൊണ്ട് പേരും കാര്യങ്ങളൊന്നും പറയത്തില്ല. ഞാൻ ദീർഘദൂരം യാത്ര ചെയ്ത് വരിക, കൺവെൻഷൻ കഴിഞ്ഞ് നല്ല ഉറക്കം ക്ഷീണം വന്നതുകൊണ്ട് ഞാൻ തിരുവല്ല വന്നപ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് പോകാനും അവിടെ നിർത്തി. കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററാന്ന് തോന്നുന്നു. എന്നൊരു വെള്ള ഷർട്ടൊക്കെ ഇട്ടിരുന്നേ. പുള്ളിക്ക് ഞാൻ പറഞ്ഞു, പാസ്റ്ററൊന്നും അല്ല, ഞാനൊരു സുവിശേഷകനാണ്, മാർത്തോമാ സഭയിലെ. എങ്ങോട്ടാ സാറ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കൊട്ടാരക്കരയ്ക്കാണ് പോകുന്നത്. ഞാനൊരു പാസ്റ്ററാ, ഞാനും കൊട്ടാരക്കര വരെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനെന്താ രാത്രി ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, സംസാരിച്ചു പോകാം, ഒരു ദൈവഭക്തനാണ്. ഞങ്ങൾ ഒരുമിച്ച് കയറി പല കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, സാറേ ഞാൻ ഈ അടുത്ത സമയത്തൊന്ന് മാനസാന്തരപ്പെട്ടു. എനിക്ക് ഭയങ്കര അത്ഭുതമായി. സാധാരണ പാസ്റ്റർമാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരത്തെ പ്രസംഗിക്കത്തേ ഉള്ളൂ. മാനസാന്തരം പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെയാണല്ലോ നമുക്ക് ഈ മറ്റുള്ളവരുടെ കാര്യം അറിയാൻ ഭയങ്കര താല്പര്യമാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് 3 ആൺമക്കളാണ്. മൂത്ത മോൻ ഇന്നടത്താണ്, ഇളയ മോൻ ഇങ്ങനെ 2 അത് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു, ഇളയ മോൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത്. ഇളയ മോൻ 10ാം ക്ലാസ്, ഇളയ മോൻ്റെ മോൻ 10ാം ക്ലാസ്, 2 ആൺപിള്ളേരാണ്. ഇളയവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ ഈ അടുത്ത സമയത്ത് എന്നോടൊരു ചോദ്യം ചോദിച്ചു, അപ്പച്ചൻ എത്ര വർഷമായി വേദപുസ്തകം വായിക്കും? അപ്പോൾ പറഞ്ഞു, മോനെ ഞാനൊരു പെന്തക്കോസ് ഫാമിലി ജനിച്ചു വളർന്നതുകൊണ്ട് വായിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ വായിക്കുന്നുണ്ട്. വായിക്കാൻ അറിയാൻ പഠിച്ച സമയം മുതൽ വായിക്കുന്നു. നിൻ്റെ ഇരിക്കാൻ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, 60 വർഷമായി ഇപ്പോൾ ശുശ്രൂഷയിലാണ്, സെൻട്രൽ പാസ്റ്ററാണ്. 60 വർഷമായിപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കാറുണ്ട്. കൊച്ചുമോൻ ഇച്ചിരി നേരം മിണ്ടാതെ നിന്നിട്ട് ചോദിച്ചു, അപ്പച്ച ഈ വായിച്ചത് വല്ലോ നടപ്പിലാക്കിയിട്ടുണ്ടോ? വായിച്ചത് വല്ലോ നടപ്പിലാക്കി? കൂടെ കിടക്കുന്നവർക്ക് ഞാൻ വിചാരിച്ചു കൊട്ടാരക്കര മാത്രമേ ഉള്ളൂ. ഇവിടെയുണ്ട് കൂടെ കിടക്കുന്നവർ. കൊച്ചുമോൻ ചോദിക്കുക, വായിച്ചത് വല്ലതും നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്നിട്ട് അവൻ ചോദിച്ചു, അപ്പച്ചന് ദേഷ്യമുണ്ടോ, മുൻകോപമുണ്ടോ, അപ്പച്ചന് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടോ, അപ്പച്ചൻ പരാതി പറയാറുണ്ടോ, അപ്പച്ചൻ പിറുപിറുക്കാറുണ്ടോ? ഒരുപാട് ലിസ്റ്റ് ഞാൻ ചോദിച്ചു, ഒന്നിനും ആൻസറില്ല. അന്ന് വൈകുന്നേരം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അന്ന് വൈകുന്നേരം വേദപുസ്തകം വായിക്കാനെടുത്തപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ചോദ്യം എൻ്റെ കർണപുടങ്ങളിൽ ഇടിനാദം പോലെ മുഴങ്ങി. കുറച്ച് നേരത്തേനും മിണ്ടാട്ടമില്ല. ഞാൻ വിളിച്ചു, സാറേ പാസ്റ്ററെ എന്നൊക്കെ വിളിച്ചു, അനക്കമില്ല. ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി ടോപ്പ് ലൈറ്റ് ഇട്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. വാവിട്ട് കരയാ പുള്ളി, പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി ജനുവിനാ. എന്നിട്ട് പറഞ്ഞു, സാറേ അന്ന് ഞാൻ ഒരിക്കൽ കൂടെ മുട്ടുകുത്തി. ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷിയായി ജീവിച്ചില്ലേലും എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ, കൊച്ചുമോൻ്റെ മുമ്പിലെങ്കിലും ഒരു ദൈവ പൈതലായി ജീവിക്കാൻ അന്ന് ഞാൻ സമർപ്പിച്ചു സാറേ. അതെന്നോട് സമർപ്പിച്ചു. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി നമ്മളെ സാത്താൻ കുഴക്കാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ അനുഭവം, അതിന് മൂല കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോട്ടെ. 1 യോഹന്നാൻ 3:8 1 യോഹന്നാൻ 3:8 ഒന്ന് വായിച്ചു. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് നിന്റെ കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന, അടിത്തറയിളക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ അഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം പ്രത്യക്ഷനായി. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. വായിക്കാൻ എടുക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ഹല്ലേലൂയ, വായിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങൾ, പിശാചിൻ്റെ തന്ത്രങ്ങളെ അഴിപ്പാൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രി
നിന്റെ കുടുംബത്തിന്റെ അസമാധാനത്തിന്റെ കാരണമായ മൂലകാരണമായ പിശാചിന്റെ തലയെ തകർപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ ആത്മീയ അനുഗ്രഹങ്ങളെ തരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. 1 യോഹന്നാൻ 4:9. 1 യോഹന്നാൻ 3-ാമത്തെ കാര്യം, എന്തിനു വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത്? ദൈവം തന്റെ 1 യോഹന്നാൻ 4:9. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. മതി. ദൈവമക്കളെ, എന്തിനാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് എഴുതി വെച്ച് അങ്ങനെ പോകാനല്ല, പിന്നെ ഈ ലോകത്തിൽ നാം അവനാൽ ജീവിക്കേണ്ടതിന്. ഹല്ലേലൂയ. ആരാ? യഹൂദ ഗോത്രത്തിലെ സിംഹമായ ദാവീദിന്റെ വേരായ അവസാനിക്കാത്ത രാജ്യത്വമുള്ള പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നാം അവനാൽ ജീവിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഈ ലോകത്തിൽ ജയജീവിതം നയിക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവിക്കുന്ന ഞാൻ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. ഒറ്റ വാക്ക്, കർത്താവിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ, കർത്താവിൻ്റെ കാതിലൂടെ ലോകത്തെ കേൾക്കാൻ, കർത്താവിൻ്റെ കരത്താൽ ലോകത്തെ സ്പർശിക്കാൻ, കർത്താവ് നടന്ന പാതകളിൽ നടക്കാൻ നാം അവനാൽ ജീവിക്കേണ്ടതിന്. തോറ്റവന്റെ പുറകെയല്ല ഇറങ്ങിത്തിരിച്ചത്, ജയാളിയായവന്റെ പുറകെ ആ ദിവസം വരെ നടത്താൻ ശക്തനായവൻ. യൂദാലേഖനം, ഹല്ലേലൂയ, യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം ദൈവത്തിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്താൻ. ഓ ഗ്ലോറി. നാം അവനാൽ ജീവിക്കേണ്ടതിന്. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. അതുമാത്രമല്ല, അതിനോട് ചേർന്നുള്ളൊരു കാര്യം, നാം അവനാൽ ജീവിക്കുന്നെങ്കിൽ മാത്രമേ അവൻ്റെ കൂടെ വാഴാൻ പറ്റൂ. നിത്യതയിൽ അവൻ്റെ കാണാൻ. 1 യോഹന്നാൻ 3 പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം നെഞ്ചത്ത് കരം വെച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ തന്നെയാ ഞാൻ, അങ്ങനെ തന്നെയാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെയാ ഞാൻ. പൗലോസ്, കർത്താവിൻ്റെ ദാസൻ പറയാ, അങ്ങനെ തന്നെയാ ഞാൻ അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ദൈവസഭയുടെ ശില്പിയും പണിക്കാനും പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കണം. ഇന്ന് രാത്രി പ്രസംഗം കേട്ടങ്ങ് പോകരുത്. നാം അവനാൽ ജീവിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പൈതലേ, നാം അവനിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, താൻ ഇരിക്കും പോലെ തന്നെ അവനെ കാണും. ദൈവമൈതലേ, ഇന്ന് നമ്മൾ വിശ്വാസത്താൽ കാണുന്നെങ്കിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എൻ്റെ കർത്താവിനെ കുഞ്ഞ് ശീലയിൽ പുൽത്തൊട്ടിൽ കിടക്കുന്ന മറിയയുടെ മോനോ തച്ചൻ്റെ മോനായ യോസഫിൻ്റെ മോനോ ആയിട്ടോ അല്ല, ഉണ്ണിയേശുവായിട്ടല്ല കാണുന്നത്, താൻ ഇരിക്കും പോലെ തന്നെ അവനെ കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മഹത്വരാജനായി, യഹൂദ ഗോത്രത്തിലെ സിംഹമായി, ദാവീദിന്റെ വേരായി, അവസാനിക്കാത്ത രാജ്യത്വമുള്ള, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന രാജാതിരാജാവും കർത്താവുമായവൻ, മാറത്തു പൊൻകച്ച കെട്ടിയവൻ, കാലു വെള്ളോടിന് സദൃശമായവൻ, സപ്തദീപങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നവൻ, 24 മൂപ്പന്മാരും വീണ് ആരാധിക്കുന്ന എൻ്റെ രാജാതി കർത്താവ്, എനിക്ക് വേണ്ടി ജീവൻ തന്ന് എന്നെ പാപത്തിൻ്റെ അന്ധകൂപത്തിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ നിത്യരാജ്യത്തിന് അവകാശിയാക്കി തീർത്ത എൻ്റെ കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ അവനെ കാണുന്നതാകൊണ്ട് എൻ്റെ ഉള്ളം തുള്ളുകയാണ്. ദൈവമക്കളെ, എനിക്ക് ഏക പ്രത്യാശ എൻ്റെ യേശു കർത്താവിനെ തൻ്റെ പ്രതാപത്തോടെ കാണും എന്നുള്ള വലിയ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, അവിടെ താൻ ഇരിക്കുമ്പോൾ തന്നെ അവനെ കാണുന്നതാകൊണ്ടും ഞാൻ അവനോട് സദൃശനാകും എന്നതുകൊണ്ടും. ഹല്ലേലൂയ. അവനോട് സദൃശനാകും. എന്തൊരു വലിയ അനുഭവം. റോമാലേഖനം 8-14 വാക്യം, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കൾ. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്തിൻ്റെ ആത്മാവിനെ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികൾ, ക്രിസ്തുവിന് കൂട്ടവകാശികൾ. എനിക്കങ്ങ് ഉള്ളം തുള്ളും അത് കേട്ടോ. ആരുടെ കൂട്ടവകാശത്തിലാണ് വന്നേ? ക്രിസ്തുവിന് കൂട്ടവകാശികളെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാതിരുന്ന, യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ലാതെ
എവിടെയോ പഴുത്തു പോകേണ്ട ഞാൻ, ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിൽ സിംഹമായ ദാവീദിൻ്റെ പേരായ അവസാനിക്കാത്ത രാജ്യത്വമുള്ള എൻ്റെ കർത്താവിൻ്റെ കൂട്ടവകാശത്തിലേക്ക് പ്രൈസ് ദ ലോർഡ്. ഓ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതിനായി ദൈവം എന്നെ, അതുകൊണ്ട് നാം അവനാൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. എന്താ ഈ വണ്ണം എന്ന് പറയാൻ? അവൻ ജനിച്ചതിന് മുമ്പേ ജീവിച്ചവനും മരിച്ചതിന് ശേഷം ഇന്നും ജീവിക്കുന്നവനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യവും അന്തവുമില്ലാത്ത എൻ്റെ കർത്താവിൻ്റെ ജനനം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം അതെ ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം. മൂന്നാമത്തെ കാര്യം ചരിത്രത്തിൻ്റെ ഭാഗം. നാലാമത്തെ കാര്യം ഹല്ലേലൂയ, ഹല്ലേലൂയ, അതെ നിങ്ങൾക്കായി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകരങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നത്? ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ. രണ്ട്, പാപങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ. മൂന്ന്, നാം അവനാൽ ജീവിക്കേണ്ടതിന്. അതിനായി ദൈവം നമ്മളെ സഹായിക്കും.